നമസ്കാരം, ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. മുതിർന്നവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നുണ എന്ന് പറയുന്നത് എല്ലാം സാധാരണമായി നടക്കുന്നിടത്തോളം കാലം അവർ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ചിന്തയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നു, കൃത്യമായിട്ട് ശമ്പളം വരുന്നു. ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നെങ്കിൽ ജോലിക്ക് പോകുന്നു, ശമ്പളം വരുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കൃത്യമായിട്ട് പോകുന്നു, ഈ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്മൂത്ത് ആയിട്ട് ഈ ഒരു ട്രാക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്, സെക്യൂർഡ് ആണ് എന്നുള്ളതാണ്. എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ പരീക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്ന സാഹചര്യത്തിലല്ല. നമുക്കറിയാം, ലൈഫ് എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു ട്രാക്കിൽ നിന്നും നമ്മൾ വ്യതിചലിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെ? നമുക്കറിയാം, നമ്മുടെ സ്കൂള്, കോളേജ് അല്ലെങ്കിൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് നമ്മളെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രിപ്പയർ ആക്കുന്നു. പക്ഷെ നമ്മളെ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. എന്താണത്? എങ്ങനെയാണ് നമ്മൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഇവന്റ് അല്ലെങ്കിൽ സിറ്റുവേഷൻ നമ്മൾ കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പതറാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ആരും നമ്മളെ പഠിപ്പിച്ചു തരാറില്ല. എന്താണ് ഈ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില സമയത്ത് അതൊരു മെഡിക്കൽ എമർജൻസി ആവാം, മറ്റൊരു സമയത്ത് നമ്മൾ പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം, അതുമല്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് കൃത്യമായിട്ട് വരുമാനം കൊണ്ടുവരുന്ന ഒരാൾ അവരുടെ ഇല്ലായ്മയാകാം, അല്ലെങ്കിൽ അവർ നമുക്ക് എന്നെ തൊട്ട് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേർപാടുകളോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവിചാരിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആകാം. ഇവിടെയാണ് നമ്മുടെ മുതിർന്ന ജീവിതത്തിന്റെ അല്ലെങ്കിൽ അഡൽട്ട് ലൈഫിന്റെ ഒരു ഡാർക്കസ്റ്റ് ഫേസ് പ്രത്യക്ഷപ്പെടുന്നത്. റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് കൺട്രോൾ. അത്തരത്തിലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അത് ഇമോഷനെ കുറിച്ചായിരിക്കില്ല, അത് സർവൈവലിനെ കുറിച്ചായിരിക്കും. ഇനി തൊട്ട് എങ്ങനെയാണ് നമ്മുടെ കുടുംബം നോക്കി നടത്തേണ്ടത്, എങ്ങനെയാണ് EMI-കളെല്ലാം നമ്മൾ കിട്ടുന്നത്, അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അടക്കേണ്ടത്, വാടക, മെഡിക്കൽ ബില്ലുകൾ, അതുപോലെ തന്നെ ദൈനംദിനത്തിലുള്ള ചിലവുകൾ. നമ്മുടെ ലൈഫിന് ഒരു പോസ് സംഭവിച്ചാലും ഇത്തരത്തിലുള്ള ചിലവുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പോസം ഉണ്ടാകാൻ പോകുന്നില്ല. അടയ്ക്കേണ്ട പണം കൃത്യമായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. EMI അടച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാം, റെന്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ ഡേ ടു ഡേ എക്സ്പെൻസസിന് കാശ് ഇല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നാച്ചുറലായിട്ട് തന്നെ ഒരു കാര്യം നമ്മുടെ സംഭാഷണത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും ആളുകൾ സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ഒന്നാണ് അത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടേം ഇൻഷുറൻസ്. ഈ ടേം ഇൻഷുറൻസിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു വൈകാരികമായിട്ടുള്ള തീരുമാനത്തിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വേർഷൻ ആണ് അത്. ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ശമ്പളമുണ്ട്, നിങ്ങൾ പ്രതിമാസം അതിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് പ്രീമിയമായിട്ട് ടേം ഇൻഷുറൻസിലേക്ക് അടക്കുന്നു. ഈ ഒരു പോളിസി പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖം മൂലമോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ നോ ലോങ്ങർ അറൌണ്ട്, ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭ്യമാകും. ഓഫ് കോഴ്സ് ഒരു നഷ്ടവും പണം കൊണ്ട് നികത്താനാകില്ല. നമുക്ക് ഇമോഷണൽ ആയിട്ടുണ്ടാകുന്ന ഒരു വേദന ഒരിക്കലും പണം കൊണ്ട് നമുക്ക് നികത്താൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഇത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചിന്തയാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഓൾറെഡി ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വേദനയുണ്ട്, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ഒരു വേദന ഓൾറെഡി ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ കൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബേർഡനും ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഫിസിക്കലി നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ പരോക്ഷമായിട്ടുള്ള സഹായം സാമ്പത്തിക രൂപത്തിൽ നമ്മുടെ കുടുംബത്തിന് എത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും നമ്മുടെ നഷ്ടം കൊണ്ട് ഉണ്ടാകില്ല എന്നതാണ് ടേം ഇൻഷുറൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് നിങ്ങൾക്ക് ധാരാളം ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്തുകൊണ്ട് വാങ്ങാനുള്ള ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഈ ഓൺലൈൻ മോഡലിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്രൊവൈഡർമാർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ടേം ഇൻഷുറൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. എല്ലാ കോളുകളും റെക്കോർഡഡ് ആണ്, യാതൊരു തരത്തിലുള്ള മിസ് സെല്ലിംഗും ഇവിടെ ഉണ്ടാകുന്നില്ല. പല കേസുകളിലും ഓൺലൈൻ പോളിസികൾ 15% വരെ ഡിസ്കൗണ്ടും നൽകുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഹാബിറ്റുകൾ, അതുപോലെ തന്നെ പ്രീമിയം നിശ്ചയിക്കപ്പെടുന്നത് നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ പുകവലിയുമായി ബന്ധപ്പെട്ട ശീലങ്ങൾ, കൂടാതെ പ്ലാൻ ഡീറ്റെയിൽ, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇന്ത്യയിൽ ഇന്ന് ആളുകൾ വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസം പ്രീമിയം കൊടുത്തുകൊണ്ട് 2 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് വരെ വാങ്ങുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് 400 മുതൽ 500 രൂപ വരെ വരുന്ന എമൗണ്ട് നമ്മൾ എല്ലാ മാസവും പല കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കുന്ന ഒന്നാണ്. ജങ്ക് ഫുഡ് കഴിക്കാനായിട്ട്,
പുറത്തു പോകുന്നതിനായിട്ട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഹാബിറ്റുകൾ, ഇത്തരം ധാരാളം കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പണം ചെലവാക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ചിലവാക്കിക്കൂടാ? അത് മാത്രമല്ല, ചില ടേം ഇൻഷുറൻസ് പ്ലാനുകൾ 70 മുതൽ 80 വർഷത്തെ കവറേജ് വരെ നൽകുന്നുണ്ട്. അത് ലോങ് ടേം സെക്യൂരിറ്റിക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വെറും ഒരു ടൈപ്പ് മാത്രമല്ല, അത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ടേം ഇൻഷുറൻസുകളെ തരം തിരിച്ചിരിക്കുന്നത്. ഒന്ന് റെഗുലർ ടേം പ്ലാൻ, രണ്ടാമത്തേത് റിട്ടേൺ ഓഫ് പ്രീമിയം ടേം പ്ലാൻ, മൂന്നാമത്തേത് 100% റീഫണ്ട് ഓഫ് പ്രീമിയം വിത്ത് നോ എക്സ്ട്രാ കോസ്റ്റ്. അതായത് ഇനി ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റെഗുലർ ടേം പ്ലാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പോളിസി എടുത്ത ആൾക്ക് പോളിസി പീരീഡിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നോമിനിക്ക് സം അഷോർഡ് ലഭ്യമാകുന്നു. ഇനി അതല്ല, പോളിസി പീരീഡിനുള്ളിൽ പോളിസി ഹോൾഡറിന് ഒന്നും സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ മെച്യൂരിറ്റി പേ ഔട്ട് ലഭ്യമാവുകയില്ല. രണ്ടാമത്തേത് റിട്ടേൺ ഓഫ് പ്രീമിയം ടേം പ്ലാൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു മൊത്തത്തിലുള്ള പോളിസി ഡ്യൂറേഷൻ നമ്മൾ പോളിസി എടുത്ത ആൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ പോളിസി കാലയളവിനുള്ളിൽ പോളിസി ഹോൾഡർക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണെങ്കിൽ, കൃത്യമായിട്ട് എല്ലാ പ്രീമിയവും അടച്ച ഒരാളാണെങ്കിൽ അവർക്ക് മൊത്തം അടച്ച പ്രീമിയം എമൗണ്ടും തിരികെ ലഭിക്കുന്നു. മൂന്നാമത്തേത് 100% റീഫണ്ട് ഓഫ് പ്രീമിയം വിത്ത് നോ എക്സ്ട്രാ കോസ്റ്റ്. അതായത് യാതൊരു തരത്തിലുള്ള എക്സ്ട്രാ കോസ്റ്റും ഇല്ലാതെ അടച്ച മൊത്തം പ്രീമിയം 100% തിരികെ ലഭിക്കുന്ന ഒരു പ്ലാൻ. നിങ്ങൾ ഒരു സെർട്ടൈൻ പ്രായത്തിനുള്ളിൽ പോളിസിയിൽ നിന്നും എക്സിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ അടച്ച 100% പ്രീമിയം തിരികെ ലഭിക്കുന്നു. ഒരു റെഗുലർ ടേം പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ യാതൊരു തരത്തിലുള്ള ഹയർ പ്രീമിയം നിങ്ങൾ എക്സ്ട്രാ അടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആളുകൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം, അതായത് ഒരു ടേം ഇൻഷുറൻസ് വാങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അവരുടെ യൗവന കാലഘട്ടത്തിലാണ്. ഇനിയും നിങ്ങൾ വൈകിച്ചാൽ നിങ്ങൾക്ക് പ്രീമിയം കൂടുതൽ അടക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഏറ്റവും എത്ര യങ് ആയിരിക്കുന്നു അത്രയും നേരത്തെ ടേം ഇൻഷുറൻസ് എടുക്കുക. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് പ്രീമിയം അടച്ചാൽ മതിയായേക്കാം. അത് മാത്രമല്ല, ഈ ഒരു അടക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് നിങ്ങളുടെ എൻറ്റയർ ലൈഫിലേക്ക് ലോക്ക്ഡ് ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഇതുമായി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രൊവൈഡർ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം നൽകും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത് പോളിസി സെലക്ഷന്റെ കാര്യത്തിലാവട്ടെ, ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ക്ലെയിം പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, എല്ലാത്തിനും നിങ്ങൾക്കൊരു അസിസ്റ്റന്റിന്റെ സഹായം ലഭ്യമാകും. ഈ ടേം പ്ലാനുകൾക്ക് പുറമെ നിങ്ങൾക്ക് റൈഡറുകളും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻകം ബെനിഫിറ്റ് റൈഡർ, ആക്സിഡന്റ് ഡിസബിലിറ്റി റൈഡർ, ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ്, അതുപോലെ തന്നെ ആക്സിഡന്റ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, ഇത്തരത്തിലുള്ള റൈഡറുകളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റൈഡറുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബേസ് കവറിന് അപ്പുറത്തേക്ക് അതിന്റെ മുകളിലായിട്ട് അഡീഷണൽ ലംസം എമൗണ്ടും ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എക്സ്ട്രാ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പ് നൽകുന്നു. സോ ഈ ഒരു എൻറ്റയർ ജേണിക്കിടയിൽ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം ലഭ്യമാകും. ഇവർ നിങ്ങളെ A to Z കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും. അതായത് പോളിസി സെലക്ഷൻ തൊട്ട് ക്ലെയിം സെറ്റിൽമെന്റിന്റെ കാര്യത്തിൽ വരെ ഈ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകും. അത് മാത്രമല്ല 24/7 ക്ലെയിം അസിസ്റ്റൻസും ലഭ്യമാകും. അതായത് നിങ്ങൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ പേപ്പറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. 24/7 നിങ്ങൾക്ക് ക്ലെയിം അസിസ്റ്റൻസും ലഭ്യമാകും. സോ എൻറ്റയർ ക്ലെയിം സെറ്റിൽമെന്റ് പ്രോസസ് എൻഡ് ടു എൻഡ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ടേം ഇൻഷുറൻസിന് GST ഇപ്പോൾ ഗവൺമെന്റ് കുറച്ചിരിക്കുകയാണ്. 18% തൊട്ട് 0% വരെ GST ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സെയിം പ്രീമിയത്തിൽ തന്നെ നിങ്ങൾക്ക് കൂടിയ ലൈഫ് കവറും ലഭ്യമാകും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടേം ഇൻഷുറൻസ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്ന് വാങ്ങുന്നത് ഒരു നല്ല തീരുമാനമല്ല. സോ സ്മാർട്ട് അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, വ്യത്യസ്ത തരത്തിലുള്ള പ്ലാനുകൾ കൃത്യമായിട്ട് കമ്പയർ ചെയ്യുക. അവരുടെ ടേംസ് ആൻഡ് പോളിസീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. സോ നിങ്ങൾ കൃത്യമായിട്ട് ഡിഫറെന്റ് പ്ലാൻസ് മനസ്സിലാക്കി അത് കമ്പയർ ചെയ്ത് ടേം ഇൻഷുറൻസ് വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനായി ഏറ്റവും മികച്ച ടേം ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് തിരഞ്ഞെടുക്കാം. സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ അഡൽട്ട് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്ന ഒരു ട്രാക്കിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വ്യതിചലിച്ചാൽ അത് സിമ്പിൾ പ്രോസസ്സിൽ നിന്നും കോംപ്ലക്സ് പ്രോസസ്സിലേക്ക് ആയി മാറും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഇമോഷണലി നമുക്ക് എത്ര ഗ്രീഫ് ഉണ്ടാവുന്ന സമയത്തും നമുക്ക് ആ ഒരു സാമ്പത്തിക സിറ്റുവേഷൻ, ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഫിനാൻഷ്യലി നമ്മൾ സെക്യൂർഡ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തെ ഒരു തരത്തിലും അത് ബാധിക്കരുത്. നമ്മൾ പ്രത്യക്ഷമായിട്ട് അവരുടെ കൂടെ ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു ടേം ഇൻഷുറൻസിലൂടെ തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇഫ് യു ആർ an adult, learn to think not just about today, ഓൾസോ അബൌട്ട് ടുമാറോ. നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പോരാ. ഇതുപോലെ അൺവിസിബിൾ ആയിട്ടുള്ള എപ്പോൾ വേണമെങ്കിലും അവിചാരിതമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യൂ, മൾട്ടിപ്പിൾ ഇൻഷുറൻസുകൾ നിങ്ങൾ കമ്പയർ ചെയ്യൂ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾ ഇന്ന് തന്നെ സെലക്ട് ചെയ്യൂ. ബോസ് മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ
ഉണ്ടെങ്കിൽ കമന്റ് ആയും എഴുതാൻ മറക്കരുത്. സോ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.